അറവ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചൈനീസ് കോളർ പർദ്ദ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം കൈകൾ തമ്മിൽ പീസുകൾ കൂട്ടി യോജിപ്പിക്കണം. അതിനുവേണ്ടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ മറ്റേ കൈയും ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ കൈയിൻ്റെ മേലെ ഭാഗത്ത് ഒരു പതിച്ച് മേലെ അടി ഇങ്ങനെ ഇട്ടു. അതുപോലെ ഈ കൈയും അടിച്ചു. ഈ കൈ നമ്മൾ അടക്കി തയ്ക്കുക. അങ്ങനെ ചെറുതാക്കി മടക്കി തയ്ച്ചു. ഫ്രണ്ടും ബാക്കും യോജിപ്പിക്കണം. പീസ് ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇതിൻ്റെ ഷോൾഡർ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഷോൾഡർ ഇങ്ങനെ അടിച്ചു വെക്കുക. അതുപോലെ മറ്റേ ഫ്രണ്ട് പീസും ഉണ്ടാവും. ഇത് രണ്ടും ഓപ്പൺ ആണല്ലോ, ഫ്രണ്ടിൽ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് ഇങ്ങനെ വെക്കുക. ഈ ഷോൾഡറിനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അടിച്ചു പോവാം. ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ചു. ഇനി കൈ വെച്ച് വെക്കുക. കൈ പിടിപ്പിച്ചു. ഇനി നമ്മൾ മറ്റേ കൈയും ഇതേപോലെ പിടിപ്പിക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും രണ്ട് പീസും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് പീസും ബാക്ക് പീസുമേ യോജിപ്പിച്ചെടുത്തു. ഇനി ഈ ഫ്രണ്ടിൽ നമ്മൾ കോളറും ഈ ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കുമ്പോൾ ഒന്നിച്ച് വെച്ച് കൊടുക്കണം. അതെങ്ങനെ നോക്കാം. അതിനു വേണ്ടി ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ തലക്കുന്നു ഇത് നല്ല ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2.5 ഇഞ്ചിലൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, ആ പീസ് ഇങ്ങനെ നമ്മൾ നടുവിൽ മടക്കുക. ഇങ്ങനെ നടുവിൽ മടക്കുക. മടക്കിയിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ തയ്ച്ചിങ്ങനെ പോവുക. ഈ മടക്ക് നല്ലോണം ശ്രദ്ധിക്കണം. ഇത് രണ്ട് പീസും ഒരുമിച്ച് പിടിച്ചിട്ട് വേണം ഇത് തയ്ച്ച് നോക്കാൻ. ഇങ്ങനെ അത് നമ്മൾ മറ്റേ അറ്റം വരെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക.
ഈ ഭാഗത്തെത്തുമ്പോൾ ഉണ്ടോ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ പോരുക ഉണ്ടോ, ഇങ്ങനെ കഴിച്ച് പോരുക. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് പീസുമൊക്കെയാണ് പോകുന്നത്. ഇങ്ങനെ മടക്കുക ഉണ്ടോ, ഇങ്ങനെ ബാക്ക് പീസുമ്മ കൂടെ അങ്ങനെ ബാക്ക് പീസിൻ്റെ കഴുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഇങ്ങനെ പോവാ. ഇനി അടുത്ത ഫ്രണ്ട് പീസുമ്മൊക്കെ തന്നെ ഇറങ്ങി. ഇങ്ങനെ കഴിച്ച് പോവുക. എത്തുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വളച്ച് കൊടുത്തിട്ട് ഈ ലെവലാക്കി അടിച്ച് പീസ് പിടിപ്പിച്ചു. ഈ ബാക്കിയുള്ള ഭാഗം എടുത്തത് ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ സ്റ്റിച്ച് ഇങ്ങനെ ലോക്ക് ചെയ്ത് മേലടി കൊടുക്കണം. അതിന് ഈ ഭാഗത്ത് കൂടെ അങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് പീസ് വെച്ചുകൊടുത്ത ഈ പീസ് ഉണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒന്നൊന്നുമ്പൊക്കെ ഇങ്ങനെ കയറ്റി വെക്കുക, എന്നിട്ട് ഇങ്ങനെ അടിച്ചു വെക്കുക. ഇനി നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം ഇതുണ്ടോ ഈ രണ്ട് പീസും വെച്ചുകൊടുത്ത ഈ പീസ് ഒന്നിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വെക്കുക. ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിട്ട് ബട്ടൺ വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇപ്പോൾ ബട്ടൺ വെക്കണില്ല. ഇതിങ്ങനെ മുകളിൽ കുറച്ച് ഭാഗം വരെ ഇങ്ങനെ തയ്ച്ചു ഇതുണ്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ച് ഇനി അറ്റം വരെ ഇത് ഇങ്ങനെ യോജിപ്പിക്കാൻ പാടില്ല. ഇവിടെ നമ്മളെ കഴുത്താണ് ഉണ്ടോ കോളറ്. അപ്പോൾ ഈ പീസ് വെച്ചുകൊടുത്ത പീസ് തന്നെ ഇപ്പോൾ ഇവിടെ കോളറായി മാറിയിട്ടുണ്ട്. അതുപോലെ ഇതുവരെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ നോക്കുക. കോളറ് ഇനി ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ യോജിപ്പിക്കണം. ഇനി നമ്മൾ സൈഡ് യോജിപ്പിച്ചു ഉണ്ടോ. നമുക്ക് എത്രയാണോ കൈ വീതി വേണ്ടത് അതിനനുസരിച്ച് നമ്മളിവിടെ നോക്കിയിട്ട് അറ്റം വരെ ഇങ്ങനെ കുത്തിക്കൊടുക്കും. യോജിപ്പിക്കുക. നമ്മൾ ഈ അറ്റത്തെത്തുമ്പോൾ ഈ രണ്ട് പീസും ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം സൈഡ് തയ്ച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അതൊരു ഭാഗം കയറിയിട്ട് ഒരു ഭാഗം ഇറങ്ങിയിട്ട്
ഇനി നമ്മൾ അടിഭാഗം മടക്കി തയ്ച്ചു. അപ്പോൾ നമ്മൾ ചൈനീസ് കോളർ പർദ്ദ റെഡി ആയിട്ടുണ്ട്. സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.